സെഫന്യാവിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ കോപദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ, അതേ കൂടി വരുവിൻ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ കൂടി വരുവാനാണ് ഇവിടെ സെഫന്യാവ് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ കോപാഗ്നി വരുന്നതിന് മുമ്പേ എന്ന് പറയുമ്പോൾ ന്യായവിധി ദിവസം അല്ലെങ്കിൽ യേശുവിൻ്റെ 2-ാമത്തെ വരവ് നടക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് മുമ്പായിട്ട് നാം യഹോവയെ അന്വേഷിച്ച് വരണമെന്ന് പറയുന്നു. പ്രിയ മക്കളെ, ഇപ്പോൾ എന്തിനു അന്വേഷിക്കണം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ക്രോധ ദിവസത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് തൻ്റെ ഹിതം ചെയ്യാത്ത എല്ലാവരെയും നിത്യാഗ്നിയിൽ തള്ളിയിടും. അപ്പം 3-ാമത്തെ വാക്യത്തിൽ നാം നോക്കുമ്പോൾ അവിടെ കാണുന്നത് നമ്മൾ നീതിന്യായം ചെയ്യുന്നവരായിട്ട്, മനത്താഴ്മയുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ കാണപ്പെടണം. അതാണ് നമ്മൾ സൗമ്യത ഉള്ളവരായി ദൈവസന്നിധിയിൽ കാണണമെന്ന് കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ ആരാഞ്ഞു നോക്കുന്നതിനേക്കാളും അധികമായിട്ട് നാം അയൽവാസി അല്ലെങ്കിൽ അടുത്തുള്ളവരെയാണ് നാം നോക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ, അവരിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുവാൻ ഉണ്ടോ എന്ന് തന്നെ പലരും അന്വേഷിച്ച് നടക്കുന്നത്. പക്ഷെ താൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകുവാൻ പറ്റുമോ എന്ന് നമ്മെ തന്നെ അന്വേഷിക്കുന്നവർ കുറച്ചാണ് നമ്മുടെ ജീവിതത്തെ. ഇന്ന് ഈ ഒരു ലാസ്റ്റ് ദിവസം കർത്താവിൻ്റെ വരവ് അടുത്ത് കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ കൊടുത്ത് ദൈവത്തിന് വേണ്ടി മനത്താഴ്മയോടെ കാത്തിരിപ്പാനും ലോകത്തിൽ നീതിന്യായം ചെയ്യുവാനും നാം മറന്നു കളയണ്ട. അങ്ങനെയുള്ളവരെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല എന്ന് വചനം പറയുന്നു. പ്രിയ ദൈവപൈതൽ, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ എനിക്കും നിങ്ങൾക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.